നമസ്കാരം. എൻ്റെ പേര് ഉദയകുമാർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം കീഴറ കാരക്കുന്ന് ഗ്രാമപ്രദേശത്ത് ജീവിച്ചു വരികയാണ്. 30 വർഷത്തിലേറെയായി തെയ്യം കലാരംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം ഒരു 3-4 തലമുറ എൻ്റെ മുമ്പേ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തെയ്യം കലാരംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ശിക്ഷണത്തിൽ ആണ് ഈ തെയ്യം കലാരംഗത്തേക്ക് കടന്നു വന്നത്. അങ്ങനെ ക്രമേണ ആണ് നമ്മൾ ഈ തെയ്യം കലാരംഗത്ത് ഒരു കാല് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ 2 തവണ കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡിന് അർഹനാകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് വളരെയേറെ സന്തോഷം ഉണ്ട്. ഈ അവസരത്തിൽ കേരള ഫോക്ലോർ അക്കാദമിയോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. തെയ്യം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കലാരൂപമാണ്. കേരളത്തിലെ ഉത്തര മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തെയ്യത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. കാരണം തെയ്യം ഒരു അനുഷ്ഠാന കലാരൂപമാണ്. അതിന് കൃത്യമായ ചിട്ടയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടു കൂടി മാത്രമേ നമുക്ക് തെയ്യം എന്ന് പറയുന്ന കലാരൂപത്തെ അവതരിപ്പിക്കാൻ പറ്റൂ. ഉത്തര മലബാറിലെ കാവുകളിൽ, കോട്ടങ്ങളിൽ, സ്ഥാനങ്ങളിൽ, തറകളിൽ, പള്ളിയറകളിൽ, പൂലോത്ത്, മോലോത്ത് എന്നീ സ്ഥലങ്ങളിലാണ് തെയ്യങ്ങൾ നടത്തി വരുന്നത്. ദൈവങ്ങൾ നേരിട്ട് വന്ന് മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക സവിശേഷതയുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിനെ കുറിച്ചാണ്. തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് എന്ന് പറയുമ്പോൾ ഒരു തെയ്യത്തിന് അത് ഏത് തെയ്യമാണ് എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ മുഖത്തെഴുത്ത് നോക്കിയിട്ടാണ് നമ്മൾ തെയ്യത്തെ തിരിച്ചറിയുക. നമുക്കറിയാം, ഒട്ടനവധി തെയ്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ തെയ്യത്തിനും വ്യത്യസ്തമായ മുഖത്തെഴുത്താണ്. തെയ്യത്തിൻ്റെ ഓരോ മുഖത്തെഴുത്തിനും ഓരോ പേരുകളാണ് പറയുന്നത്. തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ, അതിൻ്റെ എഴുത്തുകളായാലും അതിനുപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ പ്രകൃതിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് മുഖത്തെഴുത്തുകൾ രൂപപ്പെട്ടു വന്നത്. മുഖത്തെഴുതിയിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു അനുഷ്ഠാന നിയമം. പക്ഷേ വളരെ ബോധപൂർവം തന്നെ വരും തലമുറക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി പറ്റുമെങ്കിൽ ആവട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിൻ്റെ പുറകിലുള്ളൂ. മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ